is Canada still a better option for immigrants? ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഡെഫിനറ്റ്ലി യെസ് തന്നെയാണ് അതിൻ്റെ ആൻസർ. സോ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് കാനഡ പോലത്തെ ഒരു രാജ്യം ചൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയായിരിക്കണം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റീസ്? അവരെന്തൊക്കെ ചെക്ക് ചെയ്യണം? ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് കാനഡയിലേക്ക് വരുന്നവർ ഡെഫിനറ്റ്ലി ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടും എന്നുള്ള ഒരു തോട്ടേ നമുക്ക് ഫസ്റ്റിലേക്ക് പാടില്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയിൽ എത്തുന്നത് ഒരു 90-95% ത്രൂ ഏജൻസീസ് ആണ്. സോ അപ്പോൾ ഏജൻസീസിൻ്റെ ഫാൾസ് ആയിട്ടുള്ള അഡ്വൈസുകൾ 50-60% സ്റ്റുഡൻസിനും ദേ ഡോണ്ട് ഹാവ് എനി ഐഡിയ. അപ്പം ആ പോയിന്റ് ഇവർക്ക് പിന്നീട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഇമിഗ്രേഷൻ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, ഐദർ യു ലൈഡ് അറ്റ് അസ് ഓൺ യുവർ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ ആവും. മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീരിയസ് ഒഫൻസ്. അപ്പോൾ അത് നമുക്ക് 5 year വരെ ബാങ്ക്. +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് കാനഡയിൽ വന്നിട്ട് ബിസിനസ് പഠിച്ചാൽ സ്റ്റുഡൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി എത്ര മാത്രമുണ്ട്. അപ്പോൾ ഏജൻസീസ് ആർ പ്ലേയിങ് എ മേജർ റോൾ ഇൻ ദിസ് ഫോർ ഷുവർ. ഉണ്ട് ഏജൻസി ദ്രോഹമാണ് വന്നത്. ഓഫ് കോഴ്സ് അത് നമുക്ക് ഓപ്ഷൻ ഇല്ല, അത് നമ്മൾ പറഞ്ഞില്ല. അതാണ് വീടും ഫാമിലിയും കൂട്ടുകാരും പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെയും വിട്ട് നമ്മളെല്ലാവരും കുറേ സ്വപ്നങ്ങളായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. മാറി വരുന്ന രാഷ്ട്രീയവും അതുപോലെ മാറി വരുന്ന നിയമങ്ങളും ഒരേ സമയം ആശങ്കയും പ്രതീക്ഷയുമാണ്. ഇതിനെപ്പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ ഗസ്റ്റ്. സോ ഹിയർ വി വെൽക്കം വൺ ഓഫ് ദ ടോപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് ഇൻ കാനഡ. സോ ലെറ്റ്സ് ഗിവ് ഇയേഴ്സ് ടു ഹിം ബിക്കോസ് ഹി ഈസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് എവറിത്തിങ് യു നീഡ് ടു നോ അബൌട്ട് ദ ജേർണി ഓഫ് കാനഡ. സോ ഫെബിൻ ചേട്ടാ, വെൽക്കം ടു ചിയേഴ്സ് വിത്ത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു ടൈമിൽ നമുക്ക് വന്ന് നമ്മളോട് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാണിച്ചത് വി റിയലി അപ്രിഷിയേറ്റ്. അത് വലിയൊരു കാര്യമാണ്. സോ നമ്മൾ ഫസ്റ്റ് സംസാരിച്ചു തുടങ്ങുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ്. ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ആൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ്? വാട്ട് ആർ ദ റോൾസ് ഓഫ് ആൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ്? So basically, definitely to help people to migrate to Canada. ഫസ്റ്റ് അതിനകത്തൊരു പിന്നീട് ഇതെന്ന് പറയുന്നത് കാനഡയിലുള്ള ആൾക്കാരെ നമുക്ക് ഇമിഗ്രേഷനിലേക്ക് കനഡിയൻ പെർമനന്റ് റെസിഡൻസിയോ അല്ലെങ്കിൽ കാനഡയിലേക്കുള്ള എന്ത് ഇമിഗ്രേഷൻ റിലേറ്റീവ് കാര്യങ്ങളെയും ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ റോൾസ്. പിന്നെ ഡെഫിനറ്റ്ലി റെസ്പോൺസിബിലിറ്റീസ്, നമുക്ക് കാര്യമായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം വി ആർ റെപ്രസെന്റിങ് സംബഡി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഇമിഗ്രേഷൻ, റൈറ്റ്? സോ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് ഓരോ ആപ്ലിക്കേഷൻ ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് അതിനകത്തുള്ള മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ്, കുറേ ന്യൂസ് കാനഡ റിലേറ്റ് ചെയ്ത്, നോട്ട് ഓൺലി കാനഡ എന്ന് മാത്രമല്ല എല്ലാ യൂറോപ്യൻ കൺട്രീസിലും കാനഡ, UK അങ്ങനെയുള്ള എങ്ങോട്ടൊക്കെ ഇന്ത്യൻസ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ്. ഒരു ബെറ്റർ ഓപ്ഷൻ ആണോ ഇനി മുന്നോട്ട് ഇൻ ഫ്യൂച്ചർ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. സോ അതാണ് എൻ്റെ ചോദ്യം. ഈസ് കാനഡ സ്റ്റിൽ എ ബെറ്റർ ഓപ്ഷൻ ഫോർ ഇമിഗ്രൻസ്? എൻ്റെ ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഡെഫിനറ്റ്ലി യെസ് തന്നെയാണ് അതിൻ്റെ ആൻസർ. കാരണം നമുക്ക് ഈ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ മറ്റു രാജ്യത്തെയും കുറച്ച് കാണിക്കുന്നതല്ല, എന്നാൽ കൂടി ഫെസിലിറ്റീസ് ആയാലും അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ആയാലും ധാരാളം. ഇപ്പം കുറച്ചൊരു എനിക്ക് തോന്നുന്നൊരു ലാസ്റ്റ് 2-3 years ആയിട്ട് ചെറിയൊരു സെറ്റ് ബാക്ക് ഉണ്ട്. കോവിഡിൻ്റെ ഇമ്പാക്റ്റ് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയൊരു സെറ്റ് ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഹൗസിംഗ് ക്രൈസിസ് അതാണ് ഏറ്റവും കൂടുതൽ സെറ്റ് ബാക്ക് എനിക്ക് തോന്നുന്നു വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഓപ്പർച്യൂണിറ്റീസ് ആർ സ്റ്റിൽ ദെയർ. സ്പെസിഫിക്കലി ചില സെക്ടേഴ്സിൽ അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഇങ്ങനെയുള്ള സെക്ടറിലെല്ലാം വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ബെറ്റർ പ്ലേസ് ഫോർ ഷുവർ. യെസ് എന്നാണ് ഉത്തരമെങ്കിൽ എന്തൊക്കെയായിരിക്കും അങ്ങനെ ഓപ്ഷൻസ് ഇവിടെ വരാനുള്ള ബെറ്റർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്കിപ്പം കാനഡയിലേക്ക് ഒരു 2 രീതി ആൾക്കാർക്ക് വരാമല്ലോ. ഒന്നെന്ന് പറയുന്നത് ഒരു ടെമ്പററി റെസിഡൻസ് ആയിട്ട് വരാൻ പറ്റും, കുറച്ച് നാളത്തേക്ക് വരിക, ജോലി ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പെർമനന്റ് റെസിഡന്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ കാനഡയിൽ വന്നതിന് ശേഷം പെർമനന്റ് റെസിഡൻസി എടുക്കുക. ഇതായിരിക്കും അതിലൊരു 2 പാത്വേസ്. അതാണ് ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാനഡയിൽ തന്നെ നിൽക്കണം, അങ്ങനെ നിന്ന് മുമ്പിലോട്ട് കാനഡയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡെഫിനറ്റ്ലി പെർമനന്റ് റെസിഡൻസി അപേക്ഷിച്ച് അതിനുശേഷം നമുക്ക് 2 മുതൽ 3 വർഷം വരെ കാനഡയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പ് അപേക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ട്. പിന്നെ നമ്മുടെ ടെമ്പററി റെസിഡൻസ് ആയിട്ട് വരുന്നവർ വർക്ക് പെർമിറ്റിൽ വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കാൻ വന്നിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, കാരണം അവർ വന്നു കഴിഞ്ഞ് പിന്നീട് ഒരു 3 വർഷം അല്ലെങ്കിൽ 1 വർഷമെങ്കിലും ശേഷം അവർക്ക് ഡെസിഗ്നേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കാനഡയിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പം മെയിനായിട്ട് പറയുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. സോ അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ആൾക്കാരും PR എന്നൊരു ഒറ്റ ടാർഗറ്റോടാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നത്. സോ അങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് കാനഡ പോലത്തെ ഒരു രാജ്യം ചൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയായിരിക്കണം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റീസ്? അവരെന്തൊക്കെ ചെക്ക് ചെയ്യണം?
എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് കാനഡയിലേക്ക് വരുന്നവർ ഡെഫിനറ്റ്ലി ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടും എന്നുള്ള ഒരു തോട്ടേ നമുക്ക് ഫസ്റ്റിലെ പാടില്ല. നാട്ടിലാണ് നമ്മൾ വരുന്നത് നമ്മൾ പഠിക്കാനായിട്ട് അല്ലേ. ആ പഠിക്കുന്ന ലൊക്കേഷനും പഠിക്കുന്ന കോളേജും പഠിക്കുന്ന കോഴ്സും ഈ രാജ്യത്തിന് എത്രമാത്രം എക്കണോമിക്കലി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ചിരിക്കും നമ്മുടെ പെർമനന്റ് റെസിഡൻസി എന്നുള്ളത്. ഓരോ സ്റ്റുഡൻറ്റും ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവരുടേതായ റിസർച്ച് ചെയ്യണം. ഇവർ പഠിക്കുന്ന കോഴ്സ് എത്രമാത്രം ഇവിടെ സ്റ്റേബിൾ ആയിട്ട് ഇവർക്ക് നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ പോകുന്ന ലൊക്കേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അറിയാമല്ലോ, ഒത്തിരി ചെറിയ ചെറിയ ലൊക്കേഷൻസിൽ പോയി കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസ് ഈസി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് സ്റ്റുഡൻസ് അതെല്ലാം വളരെ കൃത്യമായിട്ട് റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം കാനഡയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അബി പറഞ്ഞ അബിയുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അബിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് പല ആൾക്കാരും ഏറ്റവും കൂടുതൽ നമ്മളോട് പരാതിപ്പെടുന്നത് അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് ചില വിന്റർ ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയിൽ എത്തുന്നത് ഒരു 90 to 95% ത്രൂ ഏജൻസീസ് ആണ്. സോ അപ്പോൾ ഏജൻസീസിന്റെ ഫാൾസ് ആയിട്ടുള്ള അഡ്വൈസുകൾ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും? അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരു ഫാൾസ് ആയിട്ടുള്ള അഡ്വൈസ് കൊണ്ട് കാനഡയിൽ എത്തിപ്പെട്ടു, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അസിസ്റ്റഡ് 90% അബോവ് സ്റ്റുഡൻസ് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ഒരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പെർട്ടിക്കുലർലി നമ്മുടെ രാജ്യമാണ്. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാം കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആണെന്നൊപ്പം പറയാം. കാരണം അവർ തന്നെയാണ് ഫയൽ ചെയ്യുന്നത്, തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ കറൻ്റ്ലി വരുന്ന സ്റ്റുഡൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 50 to 60% സ്റ്റുഡൻസിനും ദേ ഡോണ്ട് ഹാവ് എനി ഐഡിയ എന്താണ് കാനഡയിൽ വന്നിട്ട് പെർമനന്റ് റെസിഡൻസി ഓപ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലിപ്പം 4 വർഷം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു അബിയനോട് ഇപ്പോൾ അല്ലേ. കാരണം അബിയുടെ ആ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പെർമനന്റ് റെസിഡൻസിയുടെ സമയത്ത് ഇവിടുത്തെ കോംപ്രിഹെൻസീവ് റാങ്കിങ് സ്കെയിലിൽ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യുന്നതാണ്. അപ്പം ചില ഏജൻസികൾ ഇങ്ങനെ സ്റ്റുഡൻസ് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ 1 വർഷം വർക്ക് ചെയ്തു, ഇല്ലെങ്കിൽ ഞാൻ 1.5 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ അവർ പറയും നിങ്ങൾക്കിത് വിസ കിട്ടാനായിട്ട് നിങ്ങളുടെ ചാൻസസ് അത് കുറയ്ക്കും. അപ്പോൾ ആ എക്സ്പീരിയൻസ് നിങ്ങൾ കാണിക്കണ്ട. ആ സമയത്ത് നിങ്ങൾ IELTS പഠിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻ ചെറിയ കോഴ്സുകൾ പഠിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് വളരെ വലിയ ഇമ്പാക്റ്റ് ആ സമയത്ത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ഇവരുടെ പെർമനന്റ് റെസിഡൻസി ആപ്ലിക്കേഷൻ അത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം 50 to 100 പോയിന്റ്സിന്റെ ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട് ഈ എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം അവർക്കും അവരുടെ മീൻസ് ഏജൻസിയെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്കും ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതാണ് മെയിൻലി ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ജെന്യുവനായിട്ട് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റുഡൻസ് ആണ്. അവരോട് പറയുന്നു സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസ് കാണിക്കാറുണ്ട്. അത് കാണിച്ചാൽ നിങ്ങളുടെ വിസ റിഫ്യൂസൽസ് ഉണ്ടാകും. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പം ആ പോയിന്റ് ഇവർക്ക് പിന്നീട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഇമിഗ്രേഷൻ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, ഐദർ യു ലൈഡ് അറ്റ് അസ് ഓൺ യുവർ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. സ്റ്റഡി പെർമിറ്റിൽ നിങ്ങൾ അതില്ല എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾ പെർമനന്റ് റെസിഡൻസി വെക്കുമ്പോൾ അത് ഉണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? സോ യു ആർ ടെല്ലിങ് ലൈക്ക് നമ്മൾ ഫയൽ ചെയ്യുന്ന ടൈമിൽ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ഫേക്ക് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ വേറെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കോഴ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു പ്രൊഫഷണലാണ് ചെയ്യുന്നത് പറഞ്ഞ് ആ ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് PR-ലേക്ക് മാറുമ്പോൾ അത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഫേക്ക് ഡോക്യുമെന്റ്സ് ഈതർ വേ എവിടെ ആണെങ്കിലും അത് പ്രശ്നം ഉണ്ടാവും. അത് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഡെഫിനറ്റ്ലി നോ. അത് തീർച്ചയായിട്ടും ഇമിഗ്രേഷൻ നമ്മൾ ഏറ്റവും ആദ്യം വെക്കുന്ന ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അവസാനം വെക്കുന്ന ആപ്ലിക്കേഷനും അവർക്ക് രണ്ടും ആക്സസ് ചെയ്യാൻ പറ്റും. അത് ആക്സസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UCI നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അബിയുടെ സ്റ്റഡി പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന്റെ മേളിലൊരു UCI നമ്പർ എന്നുണ്ടാവും. അത് യുണീക് ക്ലൈന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ നമ്പറാണ് സിറ്റിസൺഷിപ്പ് ആയാൽ പോലും അബിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അവർ ഒറ്റ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഓഫീസർക്ക് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായിട്ട് അറിയാം എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ആണ് അബി വെച്ചിരിക്കുന്നത്. അപ്പൊ അന്ന് വെച്ച ഡോക്യുമെന്റ്സും ഇപ്പോൾ വെച്ച ഡോക്യുമെന്റ്സും തമ്മിൽ മിസ്മാച്ചിങ് ഉണ്ടെങ്കിൽ മിസ്റെപ്രസെന്റേഷൻ ആവും. മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് സീരിയസ് ഒഫൻസ്. അത് നമുക്ക് 5 year വരെ ബാൻ കിട്ടും. അപ്പം സ്റ്റുഡൻസ് വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ. കാരണം അവരെപ്പോഴും ഈ പറയുന്ന ഏജൻസികൾ എപ്പോഴും നോക്കുന്നത് അവരുടെ ഒറ്റ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെയെങ്കിലും ഒരു കോഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മളെ സേഫ് സോണിൽ അവരുടെ ഫയൽസ് എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത് നമ്മളെ ഒരു കോഴ്സിലേക്ക് എത്തിക്കുക, ഇവിടെ കാനഡ റീച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്തുണ്ട് കാര്യങ്ങൾ. കാരണം
പല ഏജൻസികളും നമുക്ക് അതായത് ഇപ്പോൾ കോളേജേഴ്സുമായിട്ട് നമുക്ക് കോൺട്രാക്ട്സ് ഉണ്ട് അല്ലേ? ആ കോൺട്രാക്ട്സ് നമുക്ക് ഡെഫിനറ്റ്ലി കോളേജുകാർ പേ എ പെർസെൻറ്റേജ് ഓഫ് വാട്ട് യു ഗൈസ് ആർ പേയിങ് എന്നുള്ളതാണ്. അപ്പം ചില കോഴ്സസിന് ഇവിടെ അധികം ആൾക്കാർ ജോയിൻ ചെയ്യാത്ത അത്ര ഡിമാൻഡ് ഇല്ലാത്ത കോഴ്സുകൾ വരും. അപ്പോൾ ഈ കോഴ്സുകളിലേക്ക് മാക്സിമം സ്റ്റുഡൻസിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്ററി ബെനിഫിറ്റ്സ് കൂടുതലാണ് ഉണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പോൾ അബിക്ക് കാനഡയെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് അബിയോട് പറയാണ് അബി ഇന്ന കോഴ്സ് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പർട്ടിക്കുലർ കോഴ്സിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് എക്സാമ്പിളായിട്ട് മാത്രം എടുത്താൽ മതി. നമ്മളൊരു ബിസിനസ് കോഴ്സ് പഠിക്കുക. ഇപ്പോൾ +2 കഴിഞ്ഞ് വരുന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ബിസിനസ് പഠിച്ചോളൂ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ പഠിച്ചു. പക്ഷേ ഈ സ്റ്റുഡൻറ്റ് ശരിക്കും നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് വിശ്വസിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ അബിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഒരു +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് കാനഡയിൽ വന്നിട്ട് ബിസിനസ് പഠിച്ചാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി എത്രമാത്രം ഉണ്ട്? നെഗ്ലിജിബിൾ ആയിരിക്കണം. അതെ. അപ്പോൾ ആ സ്റ്റുഡൻറ്റിന്റെ ത്രൂ ഔട്ടുള്ള പുള്ളിയുടെ കരിയർ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഏജൻസികളിൽ നിന്നാണ്. അവിടെ കൊടുക്കുന്ന ആ കൗൺസിലിങ്ങിലൂടെയാണ്. നമ്മുടെയൊക്കെ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കൗൺസിൽ ചെയ്യാനായിട്ട് പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു കൗൺസിലറോ അല്ലെങ്കിൽ അവരുടെ ടീം മെമ്പർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സ്റ്റുഡൻറ്റിന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. അല്ലേ? ഇവിടെ വന്ന് ബിസിനസ് പഠിക്കുന്നു, 2 വർഷം പഠിക്കുന്നു. അപ്പോൾ ആ പഠിത്തം കഴിഞ്ഞിട്ട് അവർക്ക് കൃത്യമായ ജോലി കിട്ടുന്നില്ല. അവർ കരിയർ സ്വിച്ച് ചെയ്യുന്നത് ഒരു ഹയർ കരിയറിലേക്കല്ല. കാരണം ദേ ഓൾറെഡി സ്പെൻഡ് ലോട്ട് ഓഫ് മണി ഇൻ ടു ദിസ് റൈറ്റ് അല്ലേ? ഇയേഴ്സ് പഠിക്കാൻ ഒത്തിരി പൈസ കിട്ടും. ആ പൈസ കൊണ്ട് ഇനി അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെർമനന്റ് റെസിഡൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കിൽ ട്രേഡിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തിലേക്ക് മാറേണ്ടി വരുന്നു. പക്ഷെ അതിനുള്ള എഡ്യൂക്കേഷൻ അവർക്കില്ല. പിന്നെ അവരങ്ങനെ വളരെ കഷ്ടപ്പെട്ടായിരിക്കും പെർമനന്റ് റെസിഡൻസി സെക്യൂർ ചെയ്യുകയും കിട്ടുക. പക്ഷെ നേരത്തെ തന്നെ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി അറിയുകയും സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റ് കൂടെ മനസ്സിലാക്കി അവർക്ക് പെർമനന്റ് റെസിഡൻസി ആണ് ഉദ്ദേശമെങ്കിൽ അതിന് കിട്ടാൻ ചാൻസ് ഉള്ള ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ പാത്ത് വളരെ ഈസി ആയിരുന്നു. ഏജൻസീസ് ആർ പ്ലേയിങ് എ മേജർ റോൾ ഇൻ ദിസ് ഫോർ ഷുവർ ഉണ്ട്. ഫെബിൻ ചേട്ടാ, എന്റെ അറിവ് ശരിയാണെങ്കിൽ നേഴ്സാണ് ഫെബിൻ ചേട്ടൻ. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ നേഴ്സിൽ നിന്നും ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് എങ്ങനെയായി? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൺസൾട്ടിങ് ഫീൽഡിൽ തന്നെ ആയിരുന്നു. കാനഡ വരുന്നത് ഏത് വർഷമാണ്? ഞാൻ 2012-13 ആ ഒരു സമയത്താണ് എൻ്റെ കനേഡിയൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. ഏജൻസി ത്രൂഹാണ് വന്നത്. ഓഫ് കോഴ്സ് അത് നമുക്ക് ഓപ്ഷൻ ഇല്ല. അത് മുമ്പ് പറഞ്ഞില്ല. അതാണ് നമുക്ക് കാനഡയെ പറ്റി അറിയില്ല. നമ്മൾ ആ സമയത്ത് കാനഡ നോക്കി, ഓസ്ട്രേലിയ നോക്കി, അങ്ങനെ പല രാജ്യങ്ങളും നമ്മൾ നോക്കി. അപ്പോൾ അതിൽ ഞാൻ അന്ന് ഫോക്കസ് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസി ഓപ്ഷൻ തന്നെയാണ് ഞാൻ ഒന്ന് നോക്കിയത്. അപ്പോൾ അന്ന് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാനഡയായിരുന്നു. അന്നാണ് ഏജൻസി എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെ ആയിരുന്നു. പിന്നെ അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല നമുക്കതിൽ. അപ്പോൾ അങ്ങനെ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ കാനഡയിലേക്ക് വരുന്നത്. വന്നു. അതിനു മുമ്പ് തന്നെ നമുക്ക് ബിസിനസ് കൺസൾട്ടിങ് ഫീൽഡിൽ തന്നെ ആയതുകൊണ്ടും ഇതിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും ഞാൻ ഈ പാത്ത് വേ ചൂസ് ചെയ്തതാണ്. നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് ലൈസൻസ് ഉണ്ട്. പക്ഷേ ഇമിഗ്രേഷനാണ് ഇപ്പോൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. ഓരോരുത്തർ ഓരോ പാഷൻ ഉണ്ടല്ലോ. എനിക്ക് ഐ എം എൻജോയിങ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. ആ ജേണി വളരെ സ്മൂത്ത് ആയിരുന്നോ? യുവർ ലൈഫ് ജേണി? കനേഡിയൻ ജേർണി അബ്സല്യൂട്ട്ലി നോ. ഇത് എൻ്റെ മാത്രമല്ലായിരിക്കും, മറ്റ് എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെയും മോസ്റ്റ്ലി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ ഞങ്ങൾ വന്ന ടൈമിനൊരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് സപ്പോർട്ട് സിസ്റ്റംസ് വളരെ കുറവാണ്. എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 4-5 മലയാളികൾ തികച്ചുണ്ടായില്ല. അത് 50-60 പേര് വരുന്ന ക്ലാസ്സാണ്. ഞാൻ നല്ല കോളേജിലൊക്കെ തന്നെയാണ് പഠിച്ചതും. അപ്പം നമുക്ക് ക്ലാസ്സിൽ ഈ നമ്മുടെ ആ ഒരു വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് റിസോഴ്സസ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ടാകും. നമുക്കറിയില്ല എന്തൊക്കെയാണ്, എവിടെയൊക്കെ റിസോഴ്സസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിത് പഠിച്ചു വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ജൂനിയേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്കത് പാസ് ത്രൂ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ സീനിയേഴ്സായിട്ട് അധികം മലയാളികളാരും ഉണ്ടായില്ല. നമുക്ക് കണക്ഷൻസ് വളരെ കുറവായിരുന്നു. ജോലി ഞാൻ വരുന്ന സമയത്ത് സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ, ഇപ്പോൾ നമ്മുടെ സിൻ നമ്പർ ഉണ്ടല്ലോ, അത് അന്ന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നത് വന്ന ഉടനെ തന്നെ കിട്ടും. അന്ന് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ നമ്മുടെ പെർഫോമൻസ്, നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നു അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ GPA ബേസ് ചെയ്തിട്ടൊക്കെയാണ് അന്ന് നമുക്ക് സോഷ്യൽ ഇൻഷുറൻസ് നമ്പറിലേക്ക് പോകാൻ പറ്റുന്നത്. സോ ബേസിക്കലി ദ ഫോക്കസ് വാസ് ടു സ്റ്റഡി. അവർ പറയുന്നതാണ് നമ്മൾ എന്തിനാ വന്നു, നമ്മൾ സ്റ്റഡി നിങ്ങൾ പഠിക്കുക പഠിക്കുന്ന പഠിത്തം നിന്ന് നന്നായിട്ട് പഠിച്ചാൽ മാത്രം നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ വർക്കും കൂടെ ചെയ്ത് പഠിക്കുക.
കാരണം ഇതൊരു പുതിയ രാജ്യമാണ്, ഇവിടുത്തെ സിസ്റ്റം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മളുമായിട്ട്. എനിക്ക് തോന്നുന്നു അത് വളരെ നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തു. കാരണം നമ്മൾ ആദ്യത്തെ ഒരു കനേഡിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്കത് സഹായിച്ചു. കാരണം വർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്ക് ആകെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മുടെ ജോലിയല്ല, നമ്മുടെ പഠനമാണല്ലോ. അപ്പോൾ സോ അങ്ങനെ ഞങ്ങൾ പഠിക്കാൻ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ആദ്യത്തെ സെമസ്റ്റർ സമയം കിട്ടി. രണ്ടാമത്തെ സെമസ്റ്റർ മുതൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പാടും ദുരിതമൊക്കെ തന്നെ ആയിരുന്നു. ഹോട്ടൽ ജോലികൾ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഫ്ലയേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ തണുപ്പത്തൊക്കെ ഇത് ഇടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ സംഹൗ വി മേഡ് ഇറ്റ്, ഫോർ ഷുവർ അത് ചെയ്യാൻ പറ്റി. യു റിയലി എൻജോയ്ഡ് ദി ജേർണി, റൈറ്റ്? കഷ്ടപ്പാടിൻ്റെ ജേർണി എൻജോയ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് വാസ് എ ചലഞ്ച്, റൈറ്റ്? ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇപ്പം നമ്മൾ ടേൺ ബാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും കിട്ടത്തില്ല. ഇന്ന് നമ്മുടെ പേരൻസിൻ്റെ പൈസ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് നമ്മളത് വളരെ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഹാർഡ് ഏൺ മണിയാണത്. ബട്ട് യു റിയലി ബിൽഡ് ആൻ എംപയർ. ഐ ഡോണ്ട് തിങ്ക് സോ, നോ. നമുക്ക് ആ ചലഞ്ചുകൾ എന്തായിരുന്നാലും ഇന്ന് എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ, അല്ലെങ്കിൽ ഇന്നിപ്പം ഫെബിൻ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സർവീസ്, ഇറ്റ്സ് റിയലി വർത്ത് സംതിങ്. താങ്ക് യു. ഐ മീൻ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആ കണ്ടിന്യൂറ്റി. ആദ്യം എന്തായാലും സെറ്റ് ബാക്സ് ആണ്. നമുക്ക് ആദ്യത്തെ ഒരു 3-4 വർഷം എന്ന് പറയുന്നത് 100% സ്ട്രഗിളിൻ്റെ മാത്രമായിരുന്നു. കൃത്യമായിട്ടുള്ള ഉറക്കമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാത്രമല്ല, ഒത്തിരി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ആ ഒരു പിക്ചർ മുമ്പിൽ കണ്ടുകൊണ്ട് കാനഡയിലേക്ക് ഇനി ആയാലും സ്റ്റുഡൻസ് വരാവുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫോർ ഷുവർ 100% പറ്റുന്നതാണ്. കാനഡയിൽ വന്നിട്ട് തിരിച്ചു പോയി എന്നൊരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട് ഫെബിൻ ചേട്ടനെ പറ്റി. ഫെബിൻ ചേട്ടൻ ഇവിടെ വന്നെത്തിയിട്ട് കാനഡ വേണ്ട എന്ന് പറഞ്ഞ് യു ജസ്റ്റ് ലെഫ്റ്റ് ദ പ്ലേസ്, എന്നിട്ട് വീണ്ടും തിരിച്ചു വരും. തീർച്ചയായിട്ടും. അത് വെച്ചാൽ എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, കഷ്ടപ്പാട് അന്ന് ഭയങ്കര കൂടുതലായിരുന്നു. നമുക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് സിസ്റ്റം ഇല്ല. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും നമ്മൾ വലിയൊരു ഗ്രൂപ്പാണ്. ഞാൻ എൻ്റെ മിഡ് 20s ശരിക്കും പറഞ്ഞാൽ കാനഡയിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏർലി 20s എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലെല്ലാം എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഇവിടെ വന്ന് പെട്ടെന്നൊരു ഐസൊലേഷൻ, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് രാവിലെ 7 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ 7 മണിക്ക് തന്നെ നമ്മൾ ക്ലാസ്സിൽ ചെല്ലണം. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിയാകുമ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് 4 മണിക്ക് കയറണം. ഒരു മിനിറ്റ് പോലും നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസിഷൻ, അങ്ങനെ ഒരു ഡിസിഷൻ ഇടയ്ക്ക് എടുത്തു. പക്ഷേ ഐ മീൻ തിരിച്ച് പിന്നെയും വന്നു. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഏതൊക്കെ പർട്ടിക്കുലർ കോഴ്സ് ആയിരിക്കും ഇപ്പോൾ കാനഡയ്ക്ക് ആവശ്യം? ഡെഫിനറ്റ്ലി നമ്മൾ 2025 പെർമനന്റ് റെസിഡൻസി ഓപ്ഷൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കാറ്റഗറീസ് ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 3 കാറ്റഗറീസാണ് അവർ സ്പെസിഫിക്കലി പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ കാറ്റഗറി, ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം, ഇൻ ഹൈ ഡിമാൻഡ്. ദെൻ ട്രേഡ്, സ്കിൽഡ് ട്രേഡ്. ട്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലംബിങ്, ഇലക്ട്രീഷ്യന്, ടൈൽ ഫിറ്റേഴ്സ്, പിന്നെ ഡ്രൈ വാൾ ഇൻഷുറൻസ്, അങ്ങനെ വരുന്ന ട്രേഡ് ഉണ്ട്, ട്രേഡ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്. പിന്നെ വരുന്നത് ഫ്രഞ്ചാണ്. ഫ്രഞ്ച് സ്പീക്കിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരെയാണ് മൂന്നാമത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം സ്റ്റുഡൻസായിട്ട് വരുന്ന ആൾക്കാർ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആൾക്കാർ സ്പെസിഫിക്കലി +2 കഴിഞ്ഞ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, ഹെൽത്ത് കെയറിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ് ദം ടു ഗോ ഫോർ സം ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ്. നമുക്ക് സ്റ്റാർട്ടപ്പ് തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നാട്ടിലെ പോലെ അല്ല, വ്യത്യാസമുണ്ടല്ലോ. ഇപ്പം നഴ്സിംഗ് എടുക്കാനായിട്ട്, ഇപ്പം നഴ്സ് ആയതുകൊണ്ട് ഞാൻ നഴ്സിങ്ങിനെ പറ്റി പറയാം. നഴ്സിംഗ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ഇയർ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എടുക്കാൻ പറ്റും. 2 ഇയർ പഠിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത 2 ഇയേഴ്സ് കൊണ്ട് അവർക്ക് അതൊരു 4 ഇയർ ഡിഗ്രി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറ്റാൻ പറ്റും. എക്സ്പെൻസീവ് ആണ്. 2 ഇയേഴ്സ് പഠിച്ച് കഴിഞ്ഞ് പെർമനന്റ് റെസിഡൻസി എടുത്ത് പിന്നെ പഠിക്കുന്നതായിരിക്കും എപ്പോഴും അഡ്വൈസുകൾ. അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രേഡ് റിലേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും കോഴ്സ് എടുക്കുക എന്നുള്ളതായിരിക്കും. സോ +2 കഴിഞ്ഞ് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് ആർ ദ ചാൻസസ് ഹൈ? ബിഫോർ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് 2025 മുതൽ 27 വരെയുള്ള ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ ഓൾറെഡി 24 സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെട്രിക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ +2 കഴിയുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരു വലിയ സ്ട്രഗിളിങ് പീരീഡ് തന്നെയാണ്. കാരണം
അവർ ഇൻ കാനഡ ഫോക്കസ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 82,000 ആണ്. 82,000 ചേഞ്ച് ഓൺ 2025. 26ലും 27ലും അത് 75 ആൻഡ് 70,000 റെസ്പെക്റ്റീവ്ലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഇതിൽ ഈ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് നമുക്കറിയാലോ, അതെല്ലാവരും സ്കോറിങ്ങിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഈ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഗ്രി ഇല്ല, നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ സ്കോറ് വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റുഡൻസിന് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രസ് എൻട്രിയിലുള്ള ഒരു പ്രോഗ്രാം വഴി, അതാണ് മോസ്റ്റ്ലി ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്, പെർമനന്റ് റെസിഡൻസിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നീട് അപ്പോൾ അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ നോമിനേഷൻസ് ആണ്, കേട്ടിട്ടുണ്ടാവുമല്ലോ. അതാണെങ്കിൽ പോലും 55,000 ആണ് 2025ലും 26ലും 27ലും അലോക്കേഷൻ ഉള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇയറിനേക്കാളും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണത്. 50% ഓൾമോസ്റ്റ് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സ്റ്റുഡൻസ് ഇപ്പം, പക്ഷെ നിങ്ങൾ വന്ന സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? ഇപ്പം അബി വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് ഒരു ഞാൻ ലാസ്റ്റ് സെപ്റ്റംബർ ഇൻടേക്ക് വന്നു. ആ ഇൻടേക്കിൽ തന്നെ എത്ര ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടാവും, ഇല്ലേ? അപ്പം അതിൻ്റെ അകത്ത് ആ നമ്പേഴ്സ് വളരെ ചെറുതാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു സ്ട്രഗിള് മുമ്പിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അൺലെസ് ഒരു സ്പെസിഫിക് പാത്വേ പ്രോഗ്രാം അവർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുക. പക്ഷെ അതൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. കാരണം ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ അനുസരിച്ചിട്ട് അത് 3,95,000 ആണ് 2025 അവർ ടോട്ടൽ പെർമനന്റ് റെസിഡൻസി കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. 26ലേക്ക് വരുമ്പോഴത്തേക്ക് അത് 3,80,000 സംതിങ് ആണ്. 27ലേക്ക് വരുമ്പോഴത്തേക്ക് 3,60,000 സംതിങ് ആണ്. നമ്പേഴ്സ് എക്സാക്റ്റ് അല്ല, ബട്ട് അറൗണ്ട് അതാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഗോയിങ് ഡൗൺ, ഇറ്റ്സ് നോട്ട് ഗോയിങ് അപ്പ്, റൈറ്റ്? അപ്പോൾ ചാൻസസ് കോമൺ സെൻസ് ആണല്ലോ നമ്മളൊക്കെ ലോ. അതെ. പക്ഷേ എന്നാലും നമുക്ക് പറഞ്ഞ പോലെ അവർ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഇവിടെ ഇൻ നീഡ് ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സ്ട്രക്ചേർഡ് പ്ലാൻ വേണം. അബ്സല്യൂട്ട്ലി, ഫ്രം ദ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ്. അതാണ് നാട്ടിൽ നിന്നുള്ള നമ്മുടെ ആ ഒരു ഇനിഷ്യൽ കൗൺസിലിംഗ്, അതാണ് മുമ്പേ പറഞ്ഞത്. ഇനിഷ്യൽ കൗൺസിലിംഗ് ഇറ്റ് സെൽഫ് അവർക്കത് കിട്ടണം. ആ പാത്ത് അവിടെ നിന്ന് അവർ ഡെവലപ്പ് ചെയ്യണം. ഇവിടെ പെർമനന്റ് റെസിഡൻസി ഓപ്റ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കാൻ മാത്രമായിട്ട് വരുന്നവരാണെങ്കിൽ they don't care, right? I mean, just come in and study and go. Whether you file for your work permit doesn't matter, right? Yeah. ഹെൽത്ത് കെയറിൽ നമ്മൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് എപ്പോഴും നേഴ്സസ് ആണ്, ആ ഒരു കാറ്റഗറിയാണ്. സോ വാട്ട് ആർ ദ ചാൻസ് ഫോർ ഡോക്ടേഴ്സ്? സോ ഡിഫറെൻറ്റ്, നമ്മളിപ്പോൾ നാട്ടിൽ അതിൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഡോക്ടർ ആയ ഒരു വ്യക്തി, ഒരു ജനറൽ സർജൻ അല്ലെങ്കിൽ ഒരു ജനറൽ ഡോക്ടർ കഴിഞ്ഞ ഒരാൾ ഒരു പറഞ്ഞ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് കാനഡ ഓപ്റ്റ് ചെയ്യുന്നൊരു നല്ല ചോയ്സ് ആയിരിക്കും. പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ആ MD എടുക്കുക ആ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. ഇവിടെ പഠിക്കുന്ന കാനഡയിലുള്ള കനേഡിയൻസ് ആയിട്ടുള്ളവർക്ക് തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടർ ആകാനായിട്ട് അവർക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക്, ആ ഒരു പർട്ടിക്കുലർ പ്രൊഫഷനിൽ കാനഡയിൽ വന്ന് ആകുക എന്നുള്ള എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ആവത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ധാരാളം കേട്ടിട്ടുണ്ടാവില്ല, ഒത്തിരി ഡോക്ടേഴ്സ് ഇവിടെ ഊബർ ഓടിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഇല്ല, എനിക്കുണ്ട്. ഞാനും ഞങ്ങളുടെ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും മറ്റു രാജ്യത്തു നിന്നൊക്കെ മെഡിസിനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്, മലയാളികളല്ല. പക്ഷെ അവർ വന്നിട്ട് അവർക്ക് ആ ഡോക്ടർ ആവാനുള്ള ബുദ്ധിമുട്ട് ലൈസൻസിങ് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് ലെങ്തി പ്രോസസ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ആൻ ഈസി വൺ ആസ് വെൽ, റൈറ്റ്? സോ അവർ അതുകൊണ്ട് പലരും നേഴ്സായിട്ട് ലൈസൻസ് എടുത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല സ്ട്രീമിലേക്ക് മാറിപ്പോയവരുണ്ട്. സോ ഡോക്ടേഴ്സിന് ഡെഫിനറ്റ്ലി ഡിമാൻഡ് ഉണ്ട്. പക്ഷെ ആ ഡിമാൻഡ് റെഡ് ടൈപ്പിൽ കുടുങ്ങി കിടക്കുകയാണ്. അതിനൊരു പാത്വേ അത്ര ഈസി അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാനഡയിൽ. സോ നമ്മൾ ഇന്ത്യയിൽ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും ടോപ്പ് കേരളമാണ്. നമ്മൾക്ക് അത് ഭയങ്കര ഒരു നമുക്ക് അഭിമാനമാണ്. നമ്മളെവിടെ പോയാലും കേരളത്തിലെ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് മെഡിക്കൽ രീതിയിലെല്ലാം നമ്മൾക്ക് വളരെ നമ്മൾ ഫുൾ ഫ്ലെജ്ഡ് ആണ്. നമുക്ക് മോസ്റ്റ് ടാലന്റഡ് ഡോക്ടേഴ്സ് ഉണ്ട്, നമുക്ക് അതിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു 4 to 5 years എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറിന് ഇവിടെ ഡയറക്റ്റ് വർക്ക് പെർമിറ്റിലോ അല്ലെങ്കിൽ PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നോവസ്കോഷ്യ പോലുള്ള പ്രോവിൻസസ് ഒക്കെ ആണെങ്കിൽ ഫിസിഷ്യൻസിന് വേണ്ടി മാത്രമായിട്ട് പാത്വേസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒണ്ടാരിയോ ആണെങ്കിൽ പോലും ഇവിടെ വർക്ക് പെർമിറ്റിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഇപ്പം സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ പോലും, ഡോക്ടേഴ്സൊക്കെ മോസ്റ്റ്ലി സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കും ചിലപ്പോൾ. കാരണം അവർ ക്ലിനിക്കിൽ അവരുടെ തന്നെ ക്ലിനിക്സ് അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരാളുടെ കോൺട്രാക്ട് ജോബ്സിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക.
അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു പാത്വേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം. പിന്നെ പല ആൾക്കാരും ഫെലോഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്ക് പെർമിറ്റിൽ ക്യാനഡയിൽ വരുന്നുണ്ട്. ഇവിടെ വന്ന് 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയേഴ്സ് ഇവിടുത്തെ ടോപ്പ് ഹോസ്പിറ്റൽസിൽ അവരുടെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവുമല്ലോ, അപ്പം ആ സ്പെഷ്യാലിറ്റീസിൽ വർക്ക് ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട്. ചില ആൾക്കാർ പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിച്ച് നിൽക്കുന്നവരുമുണ്ട്. കാനഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഇമ്പാക്ട്, നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. ലോങ് വെയിറ്റിംഗ് അവേഴ്സ് ഫോർ ദ കൺസൾട്ടേഷൻ, പ്രോപ്പർ ടൈമിൽ നമുക്ക് കൺസൾട്ടേഷൻ കിട്ടുന്നില്ല. അതൊക്കെ ശരിക്കും ഉള്ളതാണോ? അതുള്ളതാണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതായത് നമ്മൾ ആദ്യം ഒക്കെ ഉണ്ടായിരുന്ന ഒരു 2018-19 വരെ പറ്റില്ലായിരിക്കാം, 18 വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ബൂം ഉണ്ടായിട്ടുണ്ട്. അതായത് പോപ്പുലേഷനിൽ അല്ലേ, ഒത്തിരി സ്റ്റുഡൻസായിട്ടും ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ആ വന്നിരിക്കുന്നതിൻ്റെ ആ സെയിം റേഷ്യോയിൽ നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റീസിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുള്ള അത്രയും ഡോക്ടേഴ്സ് ഇല്ല. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ, അതായത് ഹോസ്പിറ്റൽസ് ഓവർ ക്രൗഡഡ് ആകുന്നു. അപ്പോൾ അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു വെയിറ്റ്. അപ്പം എമർജൻസി പോയി കഴിഞ്ഞാൽ പനിയാണ്, എനിക്ക് ഭയങ്കര ചുമ, അങ്ങനെ നമുക്കറിയാലോ. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഇനിഷ്യൽ അസസ്മെൻറ്റ് അപ്പോൾ തന്നെ നടക്കും. അപ്പോൾ അതിൽ അവർ ഡിറ്റർമൈൻ ചെയ്യും ഹൗ സീരിയസ് നമ്മുടെ കണ്ടീഷൻ എത്ര സീരിയസ് ആണെന്നുള്ളത്. ഇപ്പം ചങ്കുവേദനയാന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് തന്നെ കാര്യങ്ങൾ നടക്കും. ഇതെൻ്റെ ഒരു തോട്ടാണ് കേട്ടോ. എനിക്ക് എല്ലാവരുടെയും നാട്ടിൽ നമ്മൾക്ക് നമ്മളുടെ ഒരു 2 കിലോമീറ്റർ അടുത്തൊരു ചെറിയ ക്ലിനിക്ക് ഉണ്ടാവും. അപ്പം നമ്മൾക്ക് ചെറിയൊരു പനി വന്നാൽ പോലും നമ്മൾ ഓടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്തൊരു കാര്യമുള്ള എന്താണെന്നറിയാം, നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് അതെല്ലാം പ്രൈവറ്റൈസ്ഡ് ആണ്. പക്ഷെ ഇവിടെ അത് പ്രൈവറ്റൈസ്ഡ് അല്ലല്ലോ. നമുക്ക് പ്രൈവറ്റൈസ്ഡ് അല്ല ഹോസ്പിറ്റൽസ്, ആൻഡ് യു ആർ നോട്ട് പേയിങ് ഫോർ വാട്ട് യു ആർ ഗെറ്റിംഗ്, റൈറ്റ്? നമ്മൾ മൾട്ടി മില്യണർ ആണോ അതോ നമ്മൾ വളരെ ലോ ഇൻകത്തിൽ ജീവിക്കുന്നതാണെന്നുള്ള ഇല്ലല്ലോ. ആശുപത്രി ചെന്നാൽ ദേ ട്രീറ്റ് യു ഈക്വലി, റൈറ്റ്? അപ്പം എൻ്റയർലി ഹെൽത്ത് ഫെസിലിറ്റീസ് ഫ്രീ ആണ്. ബട്ട് ഡെഫിനറ്റ്ലി ഇപ്പോൾ ബാക്ക്ലോഗ്സ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നു. പക്ഷേ ഇപ്പോൾ ധാരാളം പ്രൊജക്റ്റുകൾ എല്ലാ ഹോസ്പിറ്റലും, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ പോലും, ഈവൻ സിറ്റിയിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ എക്സ്പാൻഷനിലൂടെ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊക്കെ കൂടെ കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഇവർ നമ്മുടെ ഇമിഗ്രേഷൻ കറൻ്റ്ലി ആ ലെവൽ പ്ലാൻ നോക്കുമ്പോൾ അത് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നത് ദേ നീഡ് ടു ബിൽഡ് അപ്പ് ദ ഇൻഫ്രാസ്ട്രക്ചർ, റൈറ്റ്? അപ്പോൾ അതിനുവേണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ വിൽ ബി ബാക്ക് ടു നോർമൽ. സ്റ്റുഡൻറ് ലൈഫിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തു. സോ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് ആണ്. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ദ ടോട്ടൽ ജേണിയിൽ. സോ വർക്ക് പെർമിറ്റിലോട്ട് കടക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെയായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്? ഹൗ ഹി ഷുഡ് ടാർഗറ്റ് ദ ഓൾ വർക്ക് പെർമിറ്റ് ജേണി? വർക്ക് പെർമിറ്റ് ഇപ്പം ചില മാറ്റങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളത് IELTS അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി കാണിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് ഗവൺമെൻറ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചിട്ടുണ്ടാവില്ല, ധാരാളം ഫേക്ക് ഓഫർ ലെറ്റേഴ്സ് വഴിയും ഫേക്ക് IELTS സ്കോറുകൾ വരെ 2018-19 എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഒരു ഫേമസ് കോളേജിൽ നിന്ന് എത്രയോ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഫേക്ക് IELTS സ്കോറൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ദേ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ടു ഹാവ് ദ കപ്പാസിറ്റി ടു സർവൈവ് ഹിയർ, റൈറ്റ്? അവർക്ക് ലാംഗ്വേജ് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൗ ദേ ഗോണ വർക്ക്? അവർക്ക് എവിടെ ജോലി കിട്ടും, അല്ലേ? അപ്പം നമുക്ക് മലയാളം അല്ലല്ലോ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്, അത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉള്ള ആൾക്കാരെ വളരെ കൃത്യമായിട്ട് വർക്ക് പെർമിറ്റിലേക്ക് കടത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ. മാൻഡേറ്ററി ആയിട്ട് IELTS ഇപ്പോൾ സെക്കൻഡ് വർക്കിലോട്ട് കടക്കുമ്പോൾ നമുക്ക് വേണമെന്നുള്ളത് നിയമമായി. അതെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നുണ്ട്, അല്ലേ? മാരീഡ് ആണെന്നുണ്ടെങ്കിൽ സ്പൗസിന് വരാൻ പറ്റും. അതിലൊക്കെ ധാരാളം ചേഞ്ചസ് വന്നിട്ടുണ്ട് റീസെൻ്റ്ലി. ഇപ്പോൾ January 21 അനൗൺസ് ചെയ്തതനുസരിച്ചിട്ട് നമുക്കിവിടെ ഒരു നല്ല ലെവൽ ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, Tier 0, 1 ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നേരത്തെ അങ്ങനെ ഉണ്ടായില്ല, നമുക്ക് വരാൻ വർക്ക് ചെയ്യാം. പക്ഷെ അവരത് ലിമിറ്റ് ചെയ്യാണ്. ഇപ്പം കറണ്ട് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്പൗസ് വിസയിൽ ഇവിടെ എത്താൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി നോ, പറ്റത്തില്ല. ഏതൊക്കെ സെക്ടേഴ്സ് ഉള്ളവർക്കാണ് സ്പൗസ് വിസയിൽ ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയിൽ, അതും ഈ പറഞ്ഞ പോലെ റീസെൻ്റ്ലി വന്ന അനൗൺസ്മെൻറ്റ് അനുസരിച്ചിട്ട് 16 months ഡ്യൂറേഷനുള്ള മാസ്റ്റേഴ്സ് വേണം. അപ്പോൾ അത് പഠിക്കുന്നവർക്കാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ
പിന്നെ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സസ്. അപ്പം പ്രൊഫഷണൽ കോഴ്സിന് 4 years ഡിഗ്രി, അതിനകത്ത് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം എനിക്ക് പറയാൻ പറ്റില്ല. യാ, എന്നാൽ കൂടി ആ ലിസ്റ്റിൽ നമുക്ക് വരുന്ന കോഴ്സുകൾ പഠിക്കുന്ന മോസ്റ്റ്ലി തന്നെ ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ആൾക്കാരുടെ സ്പൗസിന് നമുക്ക് വിസ ഒരുമിച്ച് വർക്ക് പെർമിറ്റ് വെച്ച് വരാൻ പറ്റും. പിന്നെ കാനഡയിലുള്ള ആൾക്കാരെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് നമുക്ക് Tier 0, 1 ആൾക്കാർ, പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നവർ, അതിനകത്ത് ഹെൽത്ത് കെയർ ഉണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവർക്ക് ഡിമാൻഡഡ് ആയിട്ടുള്ള ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ സ്പൗസിനെ അവർ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ ഉള്ള ആൾക്കാരെ പറ്റുന്നില്ല. അവരോട് ഒന്നെങ്കിൽ ഇവിടുന്ന് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അങ്ങനെ സ്പൗസ് വിസയിൽ വരുന്നൊരു വ്യക്തിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ? സ്പൗസ് വിസയിൽ വരുന്നവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണല്ലോ കിട്ടുന്നത്. സ്പൗസ് വിസ എന്നല്ല പറയാം, നമുക്ക് ഡിപ്പെൻഡൻറ്റ് വർക്ക് പെർമിറ്റ് ആണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വർക്ക് പെർമിറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. അപ്പോൾ അത് അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ജോലി സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഇപ്പോൾ നമുക്ക് കിഡ്സ് ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. അതും പറഞ്ഞ പോലെ പേയ്മെൻ്റ് ഒന്നുമില്ല. അറിയാമല്ലോ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അപ്പം വർക്ക് പെർമിറ്റിലൂടെ നമ്മൾ കിടക്കുമ്പം ഫസ്റ്റ് വന്ന മെയിൻ ചേഞ്ച് IELTS-ൻ്റെ ആണ്. പിന്നെ ഈ സ്പൗസൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് അടുത്തത്? അടുത്തത് കൃത്യമായിട്ട് വർക്ക് പെർമിറ്റിൽ കയറുക, കൃത്യമായിട്ട് പെർമനന്റ് റെസിഡൻസി ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ജോബ് സെക്യൂർ ചെയ്യുക. കനേഡിയൻ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടോട്ടൽ കോംപ്രിഹെൻസീവ് റാങ്കിങ് സ്കെയിലിൽ നമ്മൾ 1 year വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 40 points കിട്ടും. ആ പോയിന്റ്സ് സെക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ Tier 0, 1, 2, 3 ഇങ്ങനെയുള്ള ഈ കാറ്റഗറിയിൽ പെടുന്നൊരു ജോലി എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതിൽ നിന്നും ഉണ്ട്, കാരണം ആ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻ ഡിമാൻഡിലല്ലാത്തതാണ് ചെയ്യുന്നതെങ്കിൽ പെർമനന്റ് റെസിഡൻസിയുടെ ചാൻസസ് കുറവായിരിക്കും മുമ്പിലോട്ടുള്ള വർഷങ്ങളിൽ. സോ അപ്പം വർക്ക് പെർമിറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുടെ എക്സ്പീരിയൻസ് നമ്മൾക്ക് PR-ലേക്ക് ബെനിഫിറ്റ് ചെയ്യുമോ? തീർച്ചയായിട്ടും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് നമുക്ക് 1 year വർക്ക് ചെയ്യുന്നത് നമുക്ക് 40 points ഫസ്റ്റ് ഇയറിൽ തന്നെ കിട്ടും. അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്താണല്ലോ നമ്മൾ ഫൈനൽ സ്കോറിലേക്ക് വരികയും നമുക്കൊരു ഇൻവിറ്റേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഇത്ര സ്കോറിലാണ്, അതുകൊണ്ട് വി ആർ ഇൻവൈറ്റിംഗ് യു ടു അപ്ലൈ ഫോർ യുവർ പെർമനന്റ് റെസിഡൻസി എന്ന് പറയുന്നത്. ആ വർക്ക് പെർമിറ്റ് ടൈമിൽ നമ്മൾ എടുക്കുന്ന ഓരോ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും, കാര്യം ഞാനിവിടെ വന്നതിന് ശേഷം എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പർട്ടിക്കുലർ കോഴ്സിൽ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് എടുക്കുക, അത് PR ജേണിയിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുന്നത് നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമോ? ബിക്കോസ് ഒരു വലിയ എമൗണ്ട് ഓഫ് മണി നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യണം ഈ ഓൺലൈൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ ഒരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നല്ലതായിരിക്കുമോ, നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമോ? ഡിപ്പെൻസ് ആണ് നമ്മൾ എന്തിനാണ് എടുക്കുന്നതാണ്. ഇപ്പം ചില റെഡ് സീൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 50 additional points കിട്ടും. ഇനി അതല്ല, നമ്മുടെ ചിലപ്പോൾ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാർക്ക് അവർക്ക് ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അങ്ങനെ എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് പെർസ്പെക്റ്റീവിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഇമിഗ്രേഷൻ പെർസ്പെക്റ്റീവിൽ അത് ഹെൽപ്പ് ചെയ്യത്തില്ല. മോസ്റ്റ്ലി ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ട്രേഡിലാണ് അത് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 50 points കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പോൾ ഒരു പ്ലംബറായിട്ടോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കുക്കായിട്ടോ ഒക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റിന് നമുക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് സോ വർക്ക് പെർമിറ്റിൽ കയറി വർക്ക് ചെയ്തു, ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ എക്സാം എഴുതാൻ പോവാണ്. അങ്ങനെ ആ എക്സാം ക്രാക്ക് ചെയ്ത് 50 points നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നേരത്തെ വെംചേട്ടൻ പറഞ്ഞതിനകത്ത് തന്നെ പറഞ്ഞു ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. സോ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ടുള്ള എന്തൊക്കെയായിരിക്കും നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ? ഏറ്റവും ഗുണമുള്ളത് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ്. അതെ. അപ്പം കാരണം ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്നല്ല പറയുക, ആ കമ്മ്യൂണിറ്റിയെ നമ്പേഴ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടാനും പെർമനന്റ് റെസിഡൻസി സെക്യൂർ ചെയ്യാനായിട്ടും ഇല്ലാത്തൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹൈ ചാൻസസ് ആണ്. ഫ്രഞ്ച് ലാംഗ്വേജ് എളുപ്പമല്ലല്ലോ പറയുന്നത്. നമ്മൾ എളുപ്പം നമുക്ക് പറയാം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LKG മുതലേ കേൾക്കുകയും പറയുകയും എഴുതുകയും ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ സംസാരിക്കാൻ വരെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ലാംഗ്വേജിലേക്ക് എത്തി അതിൻ്റെ ഒരു മിനിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അത്ര ഹാർഡായിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇടണം. അപ്പോൾ നമുക്ക് പറയാം
അബി പെട്ടെന്ന് പോയിട്ട് ഒരു കാര്യം ചെയ്യൂ, ഫ്രഞ്ച് എടുത്തോണ്ട് വരും. പഠിക്കൂ. അപ്പോൾ കേൾക്കുമ്പോൾ അബി അത് ഫ്രഞ്ച് എടുത്താൽ എനിക്ക് ഇതാവും എന്ന് പറയും. പക്ഷേ ഇൻ റിയാലിറ്റി എന്താ, ശരിക്കും നമുക്കത് ഒരു പുതിയ ലാംഗ്വേജ് പഠിച്ചെടുക്കുക. സോ ഇപ്പം ഫെമിചേട്ടൻ പറയുന്നത് ദ പേഴ്സൺ ഹു നോസ് ഫ്രഞ്ച് ലാംഗ്വേജ്, ഒരു ബേസിക് എന്തെങ്കിലും ഐഡിയ ഉള്ള ആൾക്കാരാണ് ഫ്രഞ്ച്. ഞാൻ മൊത്തത്തിലല്ല കേട്ടോ പറയുന്നത്, ഞാൻ ഒരാളുടെയും കഴിവിനെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ സ്പീക്കിങ്ങിലും ലിസണിങ്ങിലും റീഡിങ്ങിലും റൈറ്റിങ്ങിലും നമ്മൾ ആ IELTS ചെയ്യുന്ന പോലെ തന്നെ ആ സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് കയറി വരണം. അപ്പോൾ അതിന് നല്ല എഫേർട്ട് അങ്ങനെ എഫേർട്ട് എടുത്ത് വരുന്ന ഒരു വ്യക്തിക്ക് അത് എന്തായാലും ഗുണമായിരിക്കും. 100% ഗുണമായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും. അങ്ങനെയുള്ളവർക്കൊക്കെ പെർമനന്റ് റെസിഡൻസി വളരെ എളുപ്പമായിരിക്കും. നാട്ടിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ, അവർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെ മേഖലയിലുള്ള വ്യക്തികൾക്ക് ഇവിടെ ഡയറക്റ്റ് വർക്ക് പെർമിറ്റിൽ എത്താൻ പറ്റും? കനേഡിയൻ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ ദ നീഡ് ഓഫ് ദി എംപ്ലോയർ ആണ്. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാകും ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് അല്ലേ, LMI എന്ന ഷോർട്ടിൽ പറയുന്നു. LMI ഉള്ള രീതിയിൽ LMI വഴി നമുക്കൊരു വർക്ക് പെർമിറ്റിൽ വരാൻ പറ്റും. നേരത്തെ LMIക്ക് ഈ പറഞ്ഞ പോലെ 50 points ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അഡീഷണൽ. പക്ഷേ ഈ LMI ഒത്തിരി ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ അബിക്ക് നാട്ടിൽ നിന്ന് പറഞ്ഞു അബി സ്റ്റുഡൻ്റായിട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അബിക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് ആണ് അല്ലേ. വർക്ക് പെർമിറ്റിൽ വരാനായിട്ടാണെന്നുണ്ടെങ്കിൽ ലേബർ മാർക്കറ്റ് അബിക്ക് ഒരെണ്ണം അബിയുടെ പേരിൽ കിട്ടിക്കഴിഞ്ഞാൽ അബിക്ക് ഈസി ആയിട്ട് ക്യാൻഡിലേക്ക്, ഈസി എന്നല്ല ഞാൻ പറയാം, ബാക്കിയുള്ള വർക്ക് എക്സ്പീരിയൻസും ലാംഗ്വേജും ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പറ്റും. ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്തു. ഇപ്പം എനിക്ക് എൻ്റെ ബ്രദറോ അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നൊരു ലേബർ മാർക്കറ്റ് അവർക്ക് വേണ്ടി ചെയ്ത് അവരെ കൊണ്ടുവരിക, അങ്ങനെയുള്ള ശരിക്കും ജെന്യുവൻ ആയിട്ടല്ലാതെ വന്നതുകൊണ്ടാണ് ആ സ്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിനെ മിസ്യൂസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് കൊണ്ടാണ് ഇപ്പോൾ അവർ ആ പോയിന്റ്സ് ഒക്കെ നിർത്തി. LMA സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള വാർത്തകൾ അപ്പോൾ ഫേക്ക് ആണോ? LMA സ്റ്റോപ്പ് ചെയ്തു നല്ലെന്നേ. അതെന്ന് വെച്ചാൽ LMAക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഇമിഗ്രേഷനിൽ. അതായത് ഞാൻ ഈ പറയുന്ന 50 points എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അബിക്ക് 400 ആണ് അബിയുടെ ടോട്ടൽ കോംപ്രിഹെൻസീവ് റാങ്കിങ് സ്കെയിൽ എന്ന് വിചാരിക്കുക. അബിക്കൊരു ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് വഴി ഒരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ അബിക്ക് ഒരു അഡീഷണൽ 50 points കിട്ടും. അപ്പം 450 ആയി അബിയുടെ സ്കോർ. അപ്പോൾ ആ 50 points അവർ മാറ്റുകയാണ്, സ്പ്രിങ്ങോട് കൂടിയിട്ട് അവരത് മാറ്റും. സോ LMI കിട്ടുന്നതുകൊണ്ട് ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് മാത്രമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഇമിഗ്രേഷനിൽ വരുമ്പം അബിയും അതുപോലെ തന്നെ ലേബർ മാർക്കറ്റ് ഉള്ള ഒരാളും ലേബർ മാർക്കറ്റ് ഇല്ലാതെ വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ഒരാളും തമ്മിൽ വ്യത്യാസങ്ങളില്ല. അപ്പോൾ ജെന്യുവനായിട്ട് എനിക്കൊരു എംപ്ലോയർ, ഞാൻ ആൻ എംപ്ലോയർ, എനിക്ക് ഒരാളെ റിയൽ നീഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഞാൻ ലേബർ മാർക്കറ്റ് ചെയ്യാൻ നിൽക്കത്തുള്ളൂ. അപ്പം അങ്ങനെ അവരതിൻ്റെ ആ ഒരു മിസ്യൂസ് തടയാനായിട്ടാണ് നോക്കുന്നത്. അതൊരു ഓപ്ഷൻ ലേബർ മാർക്കറ്റ് വഴി. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ GTS, ഗ്ലോബൽ ടാലൻറ്റ് സ്ട്രീം, ഇൻ്റർ കമ്പനി ട്രാൻസ്ഫർ, അതൊക്കെ മോസ്റ്റ്ലി IT സെക്ടറിലാണ് നടക്കുന്നത്. IT-ൽ ഇപ്പോൾ ഇൻഫോസിസ് പോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഇത്ര വർഷം അവിടെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ മാനേജർ ലെവലിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റർ കമ്പനി ട്രാൻസ്ഫർ വഴി കാനഡയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയുള്ള പിന്നെ ഗ്ലോബൽ ടാലൻറ്റ് സ്ട്രീം ഇതുപോലെ തന്നെ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ്. പിന്നെ വരാൻ പറ്റുന്നത് റിലീജിയസ് വർക്കേഴ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ ലേബർ മാർക്കറ്റ് ഇല്ലാതെ തന്നെ വർക്ക് പെർമിറ്റ് വെച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റിൽ വരാൻ പറ്റുന്നത് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം. അത് ഹെൽത്ത് കെയറിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത്. ഹെൽത്ത് കെയറിൽ നടക്കുന്നത് മാത്രമല്ല, അത് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ ഹെൽത്ത് കെയറിന് മാത്രമല്ല കേട്ടോ, ഏത് ഇതിലുണ്ടാവും. അറ്റ്ലാന്റിക് പ്രോവിൻസസ് ഒക്കെ ആയിട്ടുണ്ടാവില്ല, ന്യൂ ബ്രോൺസ്വിക്ക്, നോവസ്കോഷ്യ, പ്രിൻസ് എഡ്വേർഡ്, ന്യൂ ഫിൻലാൻഡ്. ഈ പ്രോവിൻസസിലേക്ക് നമുക്കൊരു ഡെസിഗ്നേറ്റഡ് എംപ്ലോയർ ആണെങ്കിൽ അവർ നമുക്കൊരു ജോബ് ഓഫർ തരികയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ആദ്യം തന്നെ നമുക്ക് വർക്ക് പെർമിറ്റും ഫയൽ ചെയ്യാം, പെർമനന്റ് റെസിഡൻസിയും ഒരുമിച്ച് ഫയൽ ചെയ്യാം. ഇപ്പോൾ താങ്കൾ മിഡിൽ ഈസ്റ്റിലാണ്, അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അല്ലെങ്കിൽ അവിടെ ഒരു എംപ്ലോയറുടെ കീഴിൽ 2-3 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള ഒരു എംപ്ലോയർ അബിയുടെ പ്രൊഫൈൽ കണ്ട് താല്പര്യപ്പെട്ട് ഒരു ജോബ് ഓഫർ തരികയാണെന്നുണ്ടെങ്കിൽ എബിക്ക് റൈറ്റ് അവേ വർക്ക് പെർമിറ്റും ഫയൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പെർമനന്റ് റെസിഡൻസിയും ഫയൽ ചെയ്യാൻ പറ്റും. ഈ പെർമനന്റ് റെസിഡൻസിയുടെ പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കും, 8 to 12 months സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആസ് ആൻ എംപ്ലോയർ ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു ജോബ് ഓഫർ തരികയാണെന്നുണ്ടെങ്കിൽ ഐ നീഡ് സംബഡി ഓൺ ആൻ അർജന്റ് ബേസിസ്, സോ ഐ കനോട്ട് വെയിറ്റ് ഫോർ another 1 year അല്ലേ. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളെ അത്ര അത്യാവശ്യമാണ്, അതുകൊണ്ട് ഞാൻ വർക്ക് പെർമിറ്റ് വെക്കും. അപ്പോൾ വർക്ക് പെർമിറ്റ് വെക്കുമ്പോൾ അബി വർക്ക് പെർമിറ്റിൽ കാനഡയിൽ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതാണ് AIP പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് വിസ ഉണ്ട്. സ്റ്റാർട്ടപ്പ് വിസയിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻക്യുബേറ്റേഴ്സ്, അങ്ങനെ ഒരു ഐഡിയ ഇപ്പം കാനഡയ്ക്ക് എക്കണോമിക്കലി ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
അബിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അബി അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ അബിയുടെ ആ പ്രൊജക്റ്റ് ഇവിടെയുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഡെസിഗ്നേറ്റഡ് ആയിട്ട് ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രസൻറ്റ് ചെയ്ത് അവരതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് പെർമിറ്റ് വെച്ചുകൊണ്ട് വരാൻ പറ്റും. അത് സ്റ്റാർട്ടപ്പ് വിസയാണ് കേട്ടോ. അത് എൻ്റെ ആ ടൈമിൽ നമ്മൾ വി ആർ പുട്ടിങ് ആൻ ഐഡിയ, റൈറ്റ്? വി ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് മണി. നോ യു ആർ നോട്ട്. ബട്ട് അതിൻ്റെ അകത്ത് ഇത്ര പെർസെൻറ്റേജ് യു ഷുഡ് ഓൺ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് അതല്ലാതെ നമുക്ക് ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ക്യാൻഡിലേക്ക് ഡയറക്റ്റ് എത്താൻ പറ്റുമോ? സോ എനിക്ക് ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഐ ഹാവ് ദ എഫിഷ്യൻറ്റ് ലൈക്ക് എനഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വിത്ത് മീ. നമുക്ക് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അതെല്ലാം പോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഒണ്ടാരിയോയുടെ എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ക്യൂബക്കിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ വേറെ വന്നിട്ടില്ല. സോ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഇവിടെ ഓടി നമുക്ക് ആ പൈസ വന്ന് ഇവിടെ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെർമനന്റ് റെസിഡൻസ് കിട്ടുമോ? ഇല്ല, അതിനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ കറൻ്റ്ലി ഇല്ല. പക്ഷേ മേ ബി ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ ഇത് ഓരോ പ്രോഗ്രാംസ് അല്ലേ. കാരണം നീഡ് അനുസരിച്ചിട്ട് ഇവർ ഡെവലപ്പ് ചെയ്യുകയാണ് ഓരോ പ്രോഗ്രാംസും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അല്ലേ, ഹെൽത്ത് കെയറിന് നീഡ് വന്നതുകൊണ്ട് അതൊരു കാറ്റഗറി ബേസിൽ കൊണ്ടുവന്ന് ആ കാറ്റഗറിയിലുള്ളവരെ മാത്രം പിക്ക് ചെയ്യും. അപ്പോൾ അതേപോലെ അതിൻ്റെ ഒരു നീഡ് ഉണ്ടെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവരൊരു പെർട്ടിക്കുലർ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക. എല്ലാവർക്കും സ്പോസ് വിസയിൽ ഇവിടെ എത്താൻ പറ്റത്തില്ല. അബ്സല്യൂട്ട്ലി നോ. ജോബ് പെർസ്പെക്റ്റീവിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഇമിഗ്രേഷൻ പെർസ്പെക്റ്റീവിൽ അത് LMA സ്റ്റോപ്പ് ചെയ്തു എന്നുള്ള വാർത്തകൾ അപ്പോൾ ഫേക്ക് ആണോ? LMA സ്റ്റോപ്പ് ചെയ്തു നല്ലത്. അതെന്ന് വെച്ചാൽ LMAക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഇമിഗ്രേഷനിൽ. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഇവിടെ ഓടി നമുക്ക് ആ പൈസ വന്ന് ഇവിടെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെർമനന്റ് റെസിഡൻസ് കിട്ടും. എലിജിബിൾ ആണെന്ന് എലിജിബിലിറ്റി ഡസ് നോട്ട് മീൻ ദാറ്റ് യു വിൽ ഗെറ്റ് പെർമനന്റ് റെസിഡൻസ്. 7 to 8 years ആയി ആൻഡ് ലൈക്ക് അവർക്ക് ഇത് PR ഇട്ടിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര ഷോക്കാണത്. അപ്പം ഫെമിചേട്ടൻ പറയുന്നത് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ചാൻസസ് കുറവാണെന്നാണോ? ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആർ നോട്ട് എ ക്രിമിനൽ ഒഫൻസ് അല്ലേ? മോസ്റ്റ് ഓഫ് ദ അബ്സല്യൂട്ട്ലി നോ അങ്ങനെ ചെയ്യരുത്.